കഴിഞ്ഞ വർഷം അതായത് 2022 സെപ്റ്റംബറിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ UPI ലൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആദ്യം ഭീമാപ്പിലാണ് ഈ ഒരു സൗകര്യം വന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് പേടിഎമ്മിലും അതുപോലെ തന്നെ ഫോൺ പേയിലൊക്കെ UPI ലൈറ്റ് സംവിധാനം വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നിലവിൽ ഈ ഒരു സംവിധാനം ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് UPI ലൈറ്റ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ സാധാരണ മൊബൈൽ വാലറ്റും അതുപോലെ തന്നെ ഈ ഒരു UPI ലൈറ്റ് വാലറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം എന്താണ് UPI ലൈറ്റ്? UPI ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഓൺ ഡിവൈസ് വാലറ്റാണ്. നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്കായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു വാലറ്റാണിത്. നമ്മൾ ഈ ഒരു വാലറ്റിലേക്ക് ഫണ്ട് ആഡ് ചെയ്യുന്നു, അതിനുശേഷം നമുക്കത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു വാലറ്റിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 2000 രൂപയാണ്. 2000 രൂപ വരെയാണ് നമുക്ക് ഈ ഒരു UPI ലൈറ്റിൻ്റെ ബാലൻസ് നമുക്ക് മാക്സിമം കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക. അതിനുശേഷം 200 രൂപയിൽ താഴെയുള്ള UPI പേയ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു UPI ലൈറ്റിലെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ UPI പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു UPI പിന്ന് വരുന്നുണ്ട്. ഈ ഒരു UPI പിൻ എൻ്റർ ചെയ്ത് ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് ആ ഒരു ട്രാൻസാക്ഷൻ സക്സസ് ആവുകയുള്ളൂ. എന്നാൽ ഈ ഒരു UPI ലൈറ്റിലേക്ക് വരുമ്പോൾ UPI പിൻ എൻ്റർ ചെയ്യാതെ നമുക്ക് ഫാസ്റ്റായിട്ട് UPI പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ കീഴിൽ ഈ ഒരു UPI ലൈറ്റ് വാലറ്റ് എപ്പോൾ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം, അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും ക്ലോസ് ചെയ്യാം. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഫണ്ട് ലോഡായി കിട്ടും. അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ബാലൻസ് ഇൻസ്റ്റൻ്റ് ആയി തന്നെ നമ്മളുടെ ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും. 200 രൂപയിൽ താഴെയുള്ള UPI പേയ്മെൻറ്റ് ആണെങ്കിൽ, അതിപ്പോൾ മർച്ചൻറ്റ് പേയ്മെൻറ്റ് ആണെങ്കിലും ഈവൻ പേഴ്സൺ ടു പേഴ്സൺ പേയ്മെൻറ്റ് ആണെങ്കിലും നമുക്ക് ഈ ഒരു വാലറ്റിലെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഡെയിലി ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷന് പ്രത്യേകിച്ച് ലിമിറ്റൊന്നും വരുന്നില്ല. നമുക്ക് ഈ ഒരു വാലറ്റിലേക്ക് ഒരു ദിവസം ആഡ് ചെയ്യാൻ സാധിക്കുന്നത് പരമാവധി 4000 രൂപയാണ്. അതായത് ഒരു തവണ 2000 രൂപ ആഡ് ചെയ്യാം, പിന്നെ ഒരു 2000 രൂപ കൂടി ആഡ് ചെയ്യാം. അങ്ങനെ മൊത്തം നമുക്ക് മാക്സിമം ഒരു ദിവസം, അതായത് 24 മണിക്കൂറിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നത് മാക്സിമം 4000 രൂപയാണ്. ഒരു ദിവസം നടത്താൻ സാധിക്കുന്ന ട്രാൻസാക്ഷൻ ലിമിറ്റും ഈ ഒരു 4000 രൂപ തന്നെയാണ്. അല്ലാതെ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ലിമിറ്റൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാലറ്റിലേക്ക് 2000 രൂപ തന്നെ ആഡ് ചെയ്യണമെന്നൊന്നുമില്ല. 100 രൂപയാണെങ്കിലും 50 രൂപയാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു UPI ലൈറ്റ് വാലറ്റിലേക്ക് ആഡ് ചെയ്യാനായി സാധിക്കും. എല്ലാ ബാങ്ക് അക്കൗണ്ടിൻ്റെ കീഴിലും നമുക്ക് ഈ ഒരു UPI ലൈറ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. സപ്പോർട്ടഡ് ബാങ്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ AU സ്മോൾ ഫൈനാൻസ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, കാനറ ബാങ്ക്, പിന്നെ HDFC ബാങ്ക്, സെൻട്രൽ ബാങ്ക്, ICICI ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂക്കോ ബാങ്ക്, SBI, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഉത്കർഷ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് എന്നീ ബാങ്കുകളുടെ അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു UPI ലൈറ്റ് സംവിധാനം ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ പറഞ്ഞ ബാങ്കുകളുടെ അക്കൗണ്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഭീമാപ്പ് ഉപയോഗിച്ചോ, Paytm ഉപയോഗിച്ചോ, ഫോൺ പേ ഉപയോഗിച്ചോ നമുക്ക് അക്കൗണ്ടിൻ്റെ കീഴിൽ ഒരു UPI ലൈറ്റ് വാലറ്റ് കൂടി ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു UPI ലൈറ്റ് സംവിധാനത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ്, ഇത് ഫാസ്റ്റാണ് സാധാരണ UPI പേയ്മെൻറ്റിനേക്കാളും. ഒരു നോർമൽ UPI പേയ്മെൻറ്റ് നോക്കിയാൽ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്നും മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അവിടെ ഒതൻറ്റിക്കേഷൻ നടക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത UPI പിൻ എൻട്രി ചെയ്ത് നൽകണം. എന്നാൽ ഇവിടെ UPI ലൈറ്റിലേക്ക് വരുമ്പോൾ അങ്ങനെ നമ്മളുടെ ബാങ്കുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ വരുന്നില്ല. നമ്മൾ ബാങ്കിലെ പണം ആദ്യം വാലറ്റിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, പിന്നീട് ആ ഒരു ട്രാൻസ്ഫർ നടക്കുന്നത് നമ്മളുടെ UPI ലൈറ്റ് വാലറ്റിൽ നിന്നും നമ്മൾ ആർക്കാണോ അയക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ UPI പിൻ എൻട്രി ചെയ്യേണ്ട, UPI പിൻ എൻട്രി ചെയ്യാതെ നമുക്ക് ട്രാൻസാക്ഷൻ നടത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി വേഗത്തിൽ ആ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നതാണ് ഈ ഒരു UPI ലൈറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്, നമുക്ക് സാധാരണ UPI പേയ്മെൻറ്റ് ആണെങ്കിൽ നമ്മളുടെ ബാങ്കിൻ്റെ സർവറൊക്കെ ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ ഫെയിലായി പോകും. എന്നാൽ ഈ ഒരു UPI ലൈറ്റിലേക്ക് വരുവാൻ നേരത്ത് നമ്മളുടെ ബാങ്ക് സർവറുമായിട്ട് അവിടെ കോൺടാക്റ്റ് വരുന്നില്ല. കാരണം ആദ്യം നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം ഈ ഒരു UPI ലൈറ്റ് വാലറ്റിലേക്ക് ആഡ് ചെയ്യുന്നു. അതൊരു ഓൺ ഡിവൈസ് വാലറ്റാണ്. സോ നമ്മളുടെ ബാങ്ക് സർവർ ഡൗൺ ആണെങ്കിൽ കൂടി നമുക്ക് UPI ലൈറ്റിലെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ട്രാൻസാക്ഷൻ നടത്തുവാനായിട്ട് സാധിക്കും. അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. മറ്റൊരു അഡ്വാൻറ്റേജ്, നമ്മളുടെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നമുക്ക് ക്ലീൻ ആക്കി വെക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ UPI വഴി നമ്മൾ ചെറിയ ചെറിയ ട്രാൻസാക്ഷനൊക്കെ ചെയ്യും. 10 രൂപ അയച്ചു കൊടുക്കാറുണ്ട്. നമ്മൾ കടകളിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിയാൽ 5 രൂപ 2 രൂപയൊക്കെ നമ്മൾ പലപ്പോഴും UPI വഴി നമ്മൾ പേ ചെയ്യാറുണ്ട്. നമ്മളിങ്ങനെ നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷനും, അത് ചെറിയ എമൗണ്ട് ആണെങ്കിൽ കൂടി എല്ലാം നമ്മളുടെ ബാങ്കിൻ്റെ ബാങ്ക് അക്കൗണ്ടിലെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ വരും. സ്റ്റേറ്റ്മെൻറ്റിൽ ഇങ്ങനെ കുറേയധികം ട്രാൻസാക്ഷൻ
റെസ്ട്രിക്ഷൻസ് വരുന്നത് ഇപ്പോൾ ITR ഒക്കെ ഫയൽ ചെയ്യുന്നവരാണെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് മാറും. അതുപോലെ തന്നെ പല ബാങ്കുകളിലും നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ കൂടുവാൻ നേരത്ത് അതിന് സർവീസ് ചാർജ് ഈടാക്കാറുണ്ട്. പിന്നെ UPI വഴി നടത്തുവാൻ സാധിക്കുന്ന ട്രാൻസാക്ഷനുകൾക്ക് പല ബാങ്കും ലിമിറ്റേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഡെയിലി ലിമിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ്റെ എണ്ണം എക്സീഡായി കഴിഞ്ഞാലും പലപ്പോഴും പല ബാങ്കുകളും സർവീസ് ചാർജ് ഈടാക്കുന്നുണ്ട്. അതേസമയം ഈ ഒരു UPI ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം ഈ ഒരു ലൈറ്റ് വാലറ്റിലേക്ക് ആഡ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻ എല്ലാം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ വരികയില്ല. അതൊക്കെ തന്നെ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പിൻ്റെ പാസ്ബുക്കിലായിരിക്കും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നടക്കുന്ന ട്രാൻസാക്ഷനുകളുടെ എണ്ണം കുറക്കുന്നതിലൂടെ നമുക്ക് പല സർവീസ് ചാർജുകളും ഒഴിവാക്കാനായും സാധിക്കും. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് അതൊരു അധിക സെക്യൂരിറ്റി ഒരു UPI ലൈറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ കമ്മ്യൂണിക്കേഷൻ വരുന്നത് നമ്മുടെ വാലറ്റിൽ നിന്നാണ് നമ്മൾ പണം ട്രാൻസ്ഫർ ചെയ്യുന്നത്. സാധാരണ UPI ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ പണം പേയ്മെൻറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ വാലറ്റിൽ നിന്നാണ് പണം പേ ചെയ്യുന്നത്. വാലറ്റിൽ നമുക്ക് മാക്സിമം കീപ്പ് ചെയ്യാൻ സാധിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2000 രൂപയാണ്. സോ എന്തെങ്കിലും ഒരു ഫ്രോഡ് ആക്ടിവിറ്റി നടന്നാലും നമുക്ക് വലിയൊരു എമൗണ്ട് നമുക്ക് നഷ്ടമാവുകയില്ല. ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സെർവറിൻ്റെ റിയൽ ടൈം ലോഡ് കുറയ്ക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ UPI ലൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ കമ്മ്യൂണിക്കേഷൻ വരുന്നത് നമ്മളുടെ വാലറ്റിൽ നിന്നാണ് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ബാങ്കിൻ്റെ സെർവറുമായിട്ട് അവിടെ ഒരു കോൺടാക്റ്റ് വരുന്നില്ല. നോർമൽ UPI പേയ്മെൻറ്റ് ആണെങ്കിൽ നമ്മൾ ഓരോ തവണ UPI പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും അവിടെ ബാങ്കിൻ്റെ സെർവറുമായിട്ട് ഒരു കോൺടാക്റ്റ് വരുന്നുണ്ട്, സെർവർ ലോഡ് അവിടെ വരുന്നുണ്ട്. സോ UPI ലൈറ്റ് ഉപയോഗിക്കുക വഴി ബാങ്കുകൾക്ക് അവരുടെ സെർവർ ലോഡ് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ മർച്ചൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് സാധാരണ UPI പേയ്മെൻറ്റ് പോലെ തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. അവിടെ പ്രത്യേകിച്ച് ചാർജ് ഒന്നും വരുന്നില്ല. അവർക്ക് നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ അത് തന്നെ മർച്ചൻറ്റിന് കിട്ടുകയും ചെയ്യും. ഇനി എങ്ങനെ UPI ലൈറ്റ് ഉപയോഗിക്കാം, ഭീം ആപ്പിൽ എങ്ങനെ UPI ലൈറ്റ് സേവനം ഉപയോഗിക്കാം എന്നതിനെപ്പറ്റി ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. അത് ഈ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പേഴ്സണലി UPI ലൈറ്റിനായിട്ട് ഉപയോഗിക്കുന്നത് Paytm ആണ്. ഇപ്പോൾ Paytmൽ ഈടെയാണ് US UPI ലൈറ്റ് സംവിധാനം വന്നത്. ഞാനിപ്പോൾ എന്തായാലും ചെറിയ UPI പേയ്മെൻറ്റൊക്കെ ഈ ഒരു ലൈറ്റ് ഉപയോഗിച്ചാണ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ലൈക്ക് ഇപ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് ഒരു ചായ കുടിച്ച് കഴിഞ്ഞാൽ 10 രൂപ അവിടെ പേ ചെയ്യണം. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ചെറിയ ട്രാൻസാക്ഷനൊക്കെ ഈ ഒരു UPI ലൈറ്റ് ഉപയോഗിച്ച് ചെയ്യാമെന്നാണ് ഇപ്പോൾ കരുതിയിരിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് Paytm ആണ്. Paytm ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ താഴെ നൽകുന്നുണ്ട്. അപ്പോൾ Paytm ആപ്പിൽ എങ്ങനെ UPI ലൈറ്റ് സംവിധാനം ഉപയോഗിക്കാമെന്ന് നോക്കാം. Paytm ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ആ ഒരു ആപ്പിൽ നമുക്ക് ഹോം പേജിലായിട്ട് തന്നെ നമുക്ക് UPI ലൈറ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രൊഫൈൽ എടുക്കുക. അതിനകത്ത് നമുക്ക് UPI ആൻഡ് പേയ്മെൻറ്റ് സെറ്റിംഗ്സ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് UPI ലൈറ്റ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആഡ് ചെയ്യേണ്ട എമൗണ്ട് എൻ്റർ ചെയ്യുക. മാക്സിമം നമുക്ക് 2000 രൂപയാണ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അതിന് താഴെയായിട്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ചൂസ് ചെയ്യുക. എലിജിബിൾ ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് മാത്രമാണ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. ഓർക്കേണ്ടത് നമ്മൾ ചൂസ് ചെയ്യുന്ന ആ ഒരു ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ആയിട്ടായിരിക്കും ഈ ഒരു ലൈറ്റ് അക്കൗണ്ട് ഓപ്പൺ ആകുന്നത്. നമ്മൾ ഈ ഒരു ലൈറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ബാലൻസ് എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരുന്നത് ഈ ഒരു അക്കൗണ്ടിലേക്കായിരിക്കും. അതുപോലെ തന്നെ നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തി അത് ഫെയിലായി ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റീഫണ്ട് ഒക്കെ ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ റീഫണ്ട് ആകുമ്പോൾ അത് വരുന്നതും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും, അല്ലാതെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുകയില്ല. അത് നമ്മൾ ഇപ്പോൾ ചൂസ് ചെയ്യുന്ന ആ ഒരു ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും വരുന്നത്. സോ എമൗണ്ട് എൻ്റർ ചെയ്ത ശേഷം നിങ്ങൾ UPI ലൈറ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ചൂസ് ചെയ്യുക. ദെൻ താഴെ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന UPI പിൻ ഏതാണോ UPI പിൻ എൻ്റർ ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി നമ്മൾ ഒരു UPI ലൈറ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ പറഞ്ഞ എമൗണ്ടും ആഡ് ആയിട്ടുണ്ടാകും. അതിനുശേഷം ഹോം പേജ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ UPI ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അല്ലെങ്കിൽ ആപ്പിലെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ടുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ നമുക്ക് UPI പേയ്മെൻറ്റ് സെറ്റിംഗ്സ് കാണുവാനായിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ UPI ലൈറ്റ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ അക്കൗണ്ട് ബാലൻസ് അറിയാം. അതുപോലെ തന്നെ നമുക്ക് എമൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതേപോലെ നമ്മൾ ആ ഒരു വാലറ്റ് ഉപയോഗിച്ച് നടത്തുന്ന ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇനി ഇങ്ങനെ UPI ലൈറ്റ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാം. ജസ്റ്റ് QR കോഡ് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്ത് കഴിഞ്ഞ് എമൗണ്ട് എൻ്റർ ചെയ്യുക. 200 രൂപയിൽ താഴെയുള്ള എമൗണ്ടാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡീഫോൾട്ടായിട്ട് UPI ലൈറ്റ് ആയിരിക്കും സെലക്ട് ആയി കിടക്കുന്നത്. ജസ്റ്റ് നമ്മൾ ആ ഒരു പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് അവിടെ കംപ്ലീറ്റ് ആകും. നമ്മൾ UPI പിൻ ഒന്നും എൻ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. 200 രൂപയ്ക്ക് മുകളിലുള്ള എമൗണ്ട് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ലൈറ്റ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ മറ്റേതെങ്കിലും പേയ്മെൻറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടതായി വരും. മർച്ചൻറ്റ് QR കോഡ് പേയ്മെൻറ്റ് മാത്രമല്ല, പേഴ്സൺ ടു പേഴ്സൺ പേയ്മെൻറ്റ് ആണെങ്കിലും 200 രൂപയിൽ താഴെയുള്ള എമൗണ്ടാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് UPI ലൈറ്റ് ഉപയോഗിച്ച് തന്നെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു Paytmൽ നമുക്ക് ഹോം പേജിൽ തന്നെ ബാലൻസ് ആൻഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്താലോ അല്ലെങ്കിൽ താഴെയായിട്ട് UPI ലൈറ്റ് എന്ന് പറഞ്ഞ് കാണുവാനായിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്താലോ നമ്മൾ ഈ ഒരു UPI ലൈറ്റ് ഉപയോഗിച്ച് നടത്തിയ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെ നമുക്ക് ഒരു UPI ലൈറ്റ് വാലറ്റ് ക്ലോസ് ചെയ്യാം? നമുക്ക് എപ്പോഴും വേണമെങ്കിലും ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മൾ
ഓപ്ഷൻ എടുക്കുക. ഓപ്ഷനിൽ നമുക്ക് UPI പേയ്മെൻറ്റ് സെറ്റിങ്സ് കാണുവാനായിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം UPI ലൈറ്റ് എന്ന് പറഞ്ഞ അവിടെ നമ്മൾ ഏത് ബാങ്ക് അക്കൗണ്ടിലാണോ ആ ഒരു ലൈറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് ആ ഒരു ബാങ്കിൻ്റെ പേരൊക്കെ വെച്ചുകൊണ്ട് UPI ലൈറ്റ് എന്ന് പറഞ്ഞ് കാണുവാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് ഡിസബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഡിസബിൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു UPI ലൈറ്റ് വാലറ്റ് ക്ലോസ് ആയി കിട്ടും. അപ്പോൾ തന്നെ നമ്മുടെ വാലറ്റിൽ എത്ര രൂപയാണോ ബാലൻസ് ഉണ്ടായിരുന്നത് അത് നമ്മൾ ഏത് അക്കൗണ്ടിൻ്റെ അണ്ടറിലാണോ ആ ഒരു ലൈറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. ഇനി UPI ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തേത് നമുക്ക് ഇവിടെ UPI പിൻ എൻ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മളിപ്പോൾ നോർമലി UPI പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ UPI പിൻ എൻ്റർ ചെയ്ത് നമ്മൾ ശീലിച്ചു പോയി. അതുകൊണ്ട് തന്നെ ആ ഒരു പേജ് കൂടി വരുമെന്ന് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷേ ഇവിടെ UPI പിൻ എൻ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ എമൗണ്ട് എൻ്റർ ചെയ്ത് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ അവിടെ ആ ഒരു ട്രാൻസാക്ഷൻ നടക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എൻ്റർ ചെയ്ത എമൗണ്ട് കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു അബദ്ധം പറ്റി. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നതിനിടയിൽ ജസ്റ്റ് ഞാൻ പേ ചെയ്ത് ഏതോ ഒരു മർച്ചൻ്റ് എവിടെയാണെന്നോ പോലും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ എമൗണ്ട് എൻ്റർ ചെയ്ത് ഞാൻ നെക്സ്റ്റ് പേജ് UPI പിൻ അടിക്കേണ്ട പേജ് വരുമല്ലോ, അപ്പോൾ എൻ്റർ ചെയ്ത് കൊടുക്കാതിരുന്നാൽ മതി എന്നുള്ളൊരു ധാരണയിൽ ഞാൻ പ്രൊസീഡ് ക്ലിക്ക് ചെയ്തു. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ എൻ്റെ ഈ ഒരു UPI ലൈറ്റിൽ നിന്നും 100 രൂപ പോയി. അത് ആ ഒരു മർച്ചൻറ്റിന് ക്രെഡിറ്റ് ആയി പോയി. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ UPI പിൻ എൻ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ ഈ ഒരു UPI ലൈറ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ബാങ്ക് അക്കൗണ്ട് പിന്നീട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ വാലറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബാലൻസ് എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് ആ ഒരു അക്കൗണ്ടിലേക്കായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത ശേഷം എന്തെങ്കിലും റീഫണ്ടൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അതും വരുന്നത് ഈ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും. അത് വാലറ്റിലേക്കായിരിക്കില്ല റീഫണ്ട് ചെയ്ത് കിട്ടുന്നത്, ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും റീഫണ്ട് ചെയ്ത് കിട്ടുന്നത്. സോ ആ ഒരു കാര്യം ഓർത്തിരിക്കുക. ഇനി നിങ്ങൾ ഫോണൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡിൽ നിന്ന് iOSിലേക്കാണ് അല്ലെങ്കിൽ iOSിൽ നിന്ന് ആൻഡ്രോയിഡിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ലൈറ്റ് വാലറ്റ് ആദ്യം ക്ലോസ് ചെയ്ത് എമൗണ്ട് അക്കൗണ്ടിലേക്ക് എടുക്കുക. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് നിങ്ങൾ മുമ്പ് ലൈറ്റ് അക്കൗണ്ട് ഉപയോഗിച്ചിരുന്നു, അതിലെന്തെങ്കിലും ബാലൻസ് എമൗണ്ട് ഉണ്ടെങ്കിൽ ആ ഒരു ബാലൻസ് എമൗണ്ട് നിങ്ങൾ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ വരില്ല. പിന്നെ നിങ്ങൾ രണ്ടാമത് പഴയ ഡിവൈസിലേക്ക് പോയി അവിടെ വാലറ്റ് ഒന്നുകൂടി ക്രിയേറ്റ് ചെയ്ത് അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൊബൈൽ ചേഞ്ച് ചെയ്യുമ്പോൾ വ്യത്യസ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ ആദ്യം തന്നെ വാലറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് ഫണ്ട് അക്കൗണ്ടിലേക്ക് എടുക്കുക. അതിനുശേഷം മാത്രം പുതിയ ഫോണിൽ UPI ലൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇനി സാധാരണ മൊബൈൽ വാലറ്റും ഈ ഒരു UPI ലൈറ്റ് വാലറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഫോൺ പേയിലും Paytm-ലും ഇനി ഇവൻ ആമസോൺ പേയിലും ഒക്കെ വാലറ്റ് ഉണ്ട്. ആ വാലറ്റും ഈ ഒരു UPI ലൈറ്റ് വാലറ്റും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ വ്യത്യാസം വരുന്നത് ആ വാലറ്റുകളെല്ലാം ഓഫർ ചെയ്യുന്നത് ആ ഒരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ Paytm വാലറ്റ് ആണെങ്കിൽ ആ ഒരു വാലറ്റ് ഓഫർ ചെയ്യുന്നത് Paytm ആണ്. ഇനിയിപ്പോൾ ഫോൺ പേ ആണെങ്കിൽ ആ ഒരു വാലറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫോൺ പേ ആണ്. എന്നാൽ ഈ ഒരു UPI ലൈറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ അണ്ടറിലാണ് ആ ഒരു വാലറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ആ ഒരു വാലറ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ക്ലോസ് ചെയ്യാം. അല്ലാതെ ആ ഒരു പ്ലാറ്റ്ഫോം അല്ല നമുക്ക് ആ ഒരു വാലറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളുടെ ആ ഒരു നമ്മൾ ചൂസ് ചെയ്യുന്ന ബാങ്ക് ഏതാണോ ആ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ അണ്ടറിൽ ഓപ്പൺ ആകുന്ന ഒരു ഓൺ ഡിവൈസ് വാലറ്റാണ് ഈ ഒരു UPI ലൈറ്റ് വാലറ്റ്. മറ്റൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നോർമൽ മൊബൈൽ വാലറ്റ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ എമൗണ്ട് വാലറ്റിലേക്ക് ആഡ് ചെയ്യാം. ഫുൾ KYC ആണെങ്കിൽ 1 ലക്ഷം രൂപ വരെ ആഡ് ചെയ്യാം. മിനിമം KYC ആണെങ്കിൽ 10,000 രൂപ വരെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ അറ്റ് എ ടൈം ട്രാൻസാക്ഷൻ എമൗണ്ടിലൊന്നും അവിടെ ലിമിറ്റ് വരുന്നില്ല. എന്നാൽ UPI ലൈറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് മാക്സിമം വാലറ്റിൽ അറ്റ് എ ടൈം 2,000 രൂപയാണ് ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക. 24 മണിക്കൂറിൽ മാക്സിമം 4,000 രൂപയാണ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അതേപോലെ 200 രൂപയിൽ താഴെയുള്ള UPI ട്രാൻസാക്ഷൻ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് UPI ലൈറ്റ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് കഴിയുക. പിന്നെ വാലറ്റിലെ ഫണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ ഇപ്പോൾ നോർമൽ മൊബൈൽ വാലറ്റ് ആണെങ്കിൽ പല പ്ലാറ്റ്ഫോംസും അതിന് സർവീസ് ചാർജ് ഈടാക്കുന്നുണ്ട്. ഇപ്പോൾ Paytm-ൽ ഇപ്പോൾ അതിന് ചാർജ് ഇല്ല, പക്ഷേ മറ്റു പല പ്ലാറ്റ്ഫോമിലും വാലറ്റിലെ ഫണ്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് എടുക്കുമ്പോൾ അവിടെ സർവീസ് ചാർജ് വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു UPI ലൈറ്റ് വാലറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനവിടെ സർവീസ് ചാർജ് ഒന്നും തന്നെ വരുന്നില്ല. നമുക്ക് വാലറ്റിലെ ഫണ്ട് എപ്പോൾ വേണമെങ്കിലും വാലറ്റ് ക്ലോസ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് എടുക്കാം. ഇൻസ്റ്റൻ്റായി തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി കിട്ടും. അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സർവീസ് ചാർജും വരുന്നില്ല. പ്രധാനപ്പെട്ട വ്യത്യാസം നോർമൽ മൊബൈൽ വാലറ്റ് ആണെങ്കിൽ ആ ഒരു വാലറ്റ് സിസ്റ്റം ക്ലോസ്ഡ് ആണ്. നമ്മൾ ആ വാലറ്റിൽ നിന്നും ഒരാൾക്ക് പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ UPI പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അതേ വ്യക്തി ഈ ഒരു സെയിം പ്ലാറ്റ്ഫോമിൻ്റെ വാലറ്റ് ഉപയോഗിച്ചിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് വാലറ്റിൽ നിന്നും UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. മർച്ചൻറ്റ് പേയ്മെൻറ്റ് ആണെങ്കിലും ആ ഒരു മർച്ചൻറ്റ് വാലറ്റ് പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ വാലറ്റിൽ നിന്നും UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. എന്നാൽ
ഈ ഒരു UPI ലൈറ്റിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നും വരുന്നില്ല. നമ്മൾ ആർക്കാണോ ഫണ്ട് അയക്കുന്നത് അവർ UPI ലൈറ്റ് ഉപയോഗിക്കണം എന്നൊന്നുമില്ല. അവർ സാധാരണ UPI സേവനം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൂടി നമുക്ക് അവിടെ UPI ട്രാൻസാക്ഷൻ നടത്താം. പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നും വരുന്നില്ല. സാധാരണ UPI പേയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് UPI വാലറ്റിൽ നിന്ന് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കൊരു സുഹൃത്തിന് UPI വഴി ഫണ്ട് അയക്കണം, നിങ്ങൾ വാലറ്റ് ഉപയോഗിച്ചാണ് UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആർക്കാണോ ഫണ്ട് അയക്കുന്നത് ആ ഒരു വ്യക്തിയും Paytm വാലറ്റ് ഉപയോഗിക്കണം. അത് ആക്റ്റീവുമായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു വ്യക്തി Paytm വാലറ്റ് ഉപയോഗിക്കാത്ത വ്യക്തിയാണെങ്കിൽ നമുക്ക് ഇവിടെ Paytm വാലറ്റിൽ നിന്നും UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണുവാനായിട്ട് സാധിക്കും. Paytm വാലറ്റ് പേയ്മെൻറ്റ് ഓപ്ഷനായിട്ട് ഇവിടെ വന്നിട്ടില്ല. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ഉപയോഗിക്കുന്നത് ഗൂഗിൾ പേ ആണെന്ന് കാണുവാനായിട്ട് സാധിക്കും. സോ ആ ഒരു വ്യക്തി Paytm വാലറ്റ് ഉപയോഗിക്കാത്തതിനാലാണ് നമുക്കിവിടെ Paytm വാലറ്റിൽ നിന്നും UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്തത്. അതേസമയം ഈ ഒരു ട്രാൻസാക്ഷൻ നോക്കുക. ഈ ഒരു ട്രാൻസാക്ഷനിൽ നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിൽ Paytm വാലറ്റും വന്നിട്ടുണ്ട്. വാലറ്റ് ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി Paytm വാലറ്റ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ പേ ചെയ്യുമ്പോൾ നമ്മളുടെ വാലറ്റിൽ നിന്നും പണം ആ ഒരു വ്യക്തിയുടെ Paytm വാലറ്റിലേക്കായിരിക്കും പോകുന്നത്. ആ ഒരു വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിരിക്കില്ല ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത്. മർച്ചൻറ്റ് പേയ്മെൻറ്റ് ആണെങ്കിലും ഇതേപോലെ തന്നെ ആ ഒരു മർച്ചൻറ്റ് Paytm വാലറ്റ് പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മർച്ചൻ്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഇത്തരം സിറ്റുവേഷനിൽ നമുക്ക് വാലറ്റ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇപ്പോൾ Paytm രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു മർച്ചൻ്റാണ്, പക്ഷേ ആ ഒരു മർച്ചൻറ്റ് Paytm വാലറ്റ് പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു കേസിൽ Paytm വാലറ്റിൽ നിന്ന് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ വാലറ്റ് സിസ്റ്റം ഇപ്പോൾ നിലവിൽ ക്ലോസ്ഡ് സിസ്റ്റമാണ്. നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിൻ്റെ വാലറ്റ് ആണോ ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ വാലറ്റ് മറ്റേ വ്യക്തി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കവിടെ UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. മർച്ചൻ്റ് പേയ്മെൻറ്റ് ആണെങ്കിലും ആ ഒരു മർച്ചൻ്റ് വാലറ്റ് പേയ്മെൻറ്റ് എനേബിൾ ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്കവിടെ വാലറ്റിൽ നിന്നും UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. എന്നാൽ UPI ലൈറ്റിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വരുന്നില്ല. നമുക്ക് UPI ഉപയോഗിച്ച് ആർക്ക് വേണമെങ്കിലും ഫണ്ട് അയക്കാം. 200 രൂപ താഴെയുള്ള പേയ്മെൻറ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കണ്ടീഷൻ വരുന്നത്. നിങ്ങൾ UPI ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.